أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1150 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിലെ 3-ാമത്തെ ആയത്തിൻ്റെ 2-ാം ദിവസ തുടർച്ചയാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. صدق الله العلي العظيم. സൂറത്ത് നൂറിലെ 3-ാമത്തെ ആയത്താണ് നമ്മൾ പഠനം തുടരുന്നത്. ഇന്നലെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ചില സംഭവങ്ങളും വിശദാംശങ്ങളും കൂടി അവയോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ പ്രതികരണം അർഹിക്കുന്നതായിട്ടുമുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മുന്നോട്ട് പോകാമെന്നാണ് കരുതിയത്. ഈ ആയത്തില് അള്ളാഹു തെളിമയോടുകൂടി പറയുന്നത് വ്യഭിചാരിണിയെ അല്ലാതെ വിവാഹം കഴിക്കാവതല്ല, അതല്ലെങ്കിൽ മുശ്രിക്കത്തിനെ അല്ലാതെ, അതുപോലെ വ്യഭിചാരിണി അവളെ വ്യഭിചാരിയല്ലാതെ അല്ലെങ്കിൽ ഒരു മുശ്രിക്കല്ലാതെ വിവാഹം കഴിക്കാവതല്ല എന്നാണ് പറയുന്നത്. അത് സത്യവിശ്വാസികൾക്ക് നിഷിദ്ധമാണ്. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് ഹറാമായ കാര്യമാണ് എന്ന് കൂടിയാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പൊ ഒരാള് വ്യഭിചാരിയാണ് എന്നത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നത് പാടില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഒരു സ്ത്രീ വ്യഭിചാരവൃത്തി ചെയ്യുന്നവളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ മുതിരാനും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അവർക്ക് യോജിക്കുന്നത് അതേപോലെയുള്ള വ്യഭിചാരികളും വ്യഭിചാരിണികളും അതല്ലെങ്കിൽ മുശ്രിക്കുകളും ഒക്കെയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, ഈ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വ്യഭിചാരവൃത്തി ചെയ്ത ആള് അല്ലെങ്കിൽ ഒരു സ്ത്രീ എല്ലാ കാലത്തും ആ വിവരണത്തിന് അർഹതയുള്ള ആളായിരിക്കണമെന്നില്ല. സംഭവിച്ചു പോയ തെറ്റ് ഏറ്റുപറഞ്ഞ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് സൽക്കർമ്മിയായിട്ട് മാറുന്നുവെങ്കിൽ തുടർന്ന് അവരുടെ ജീവിത രീതിയും നടപടികളും ഒക്കെ തന്നെ സത്യവിശ്വാസികളുടെ ഏറ്റവും ഉത്തമമായ രീതിയിലുള്ള ജീവിത രീതിയൊക്കെയാണെങ്കിൽ അവരെ ആ പഴയ പേര് അവരെ പരാമർശിക്കാൻ വേണ്ടി സാനി എന്നോ സാനിയത്തെന്നോ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഈ വിവാഹ വിലക്ക് ഉണ്ട് എന്ന് കരുതുവാനോ തരമില്ല.
ഇത് ആ വ്യഭിചാര വൃത്തി ഒരു ശീലമായി കൊണ്ടു നടക്കുകയും ആ മ്ലേച്ഛവൃത്തിയിൽ യാതൊരു ലജ്ജയും വിഷമവും അനുഭവപ്പെടാതിരിക്കുകയും അതിൽ ഒരു പശ്ചാത്താപ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള അവസരം അള്ളാഹു അത്തരം ആളുകൾക്കും അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മാറ്റങ്ങളോ സ്വഭാവപരമായ പരിവർത്തനമോ ഒന്നും അത്തരം ആളുകളിൽ കാണുന്നില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അത്തരം സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം പുരുഷന്മാർക്ക് നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ആത്മസംസ്കരണവും അതുപോലെ സദ്വൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതിയൊക്കെ സ്വീകരിച്ച് ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ ജീവിത രീതിയിലേക്ക് മടങ്ങുന്നുവെങ്കിൽ അത്തരം ആളുകളെ പഴയ കാലത്ത് സംഭവിച്ച പിഴവുകളുടെ പേരിൽ നമ്മൾ കുറ്റക്കാരായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം അവരോട് സ്വീകരിക്കാവതല്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഇത്തരം ഒരു പശ്ചാത്തലമുള്ള ആളുകളെ വിവാഹം ചെയ്തു എന്ന് വെച്ചാൽ ആ വിവാഹം സാധുവല്ല എന്നും പറയാൻ പറ്റില്ല. വിവാഹം എന്നത് പാവനമായ ഒരു കർമ്മമാണ്. അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹം നിർവഹിക്കുന്നുവെങ്കിൽ അത് നേരത്തെ നടന്ന അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധസഞ്ചാരങ്ങളുടെ പേരിൽ ആ വിവാഹം സാധുവായിട്ടില്ല, അത് നിലവിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, അൽ ഹറാമു ലാ യുഹ്രിമുൽ ഹലാൽ എന്നാണ്. ഒരാൾ ഹറാം ചെയ്തു എന്നത് പിന്നീട് അയാള് ഒരു ഹലാൽ ചെയ്യുന്നതിനെ ഇല്ലാതാക്കി കളയുന്ന അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കി കളയുന്ന, നിയമവിരുദ്ധമാക്കി കളയുന്ന കാര്യമല്ല. അപ്പോ ഹറാമ് ചെയ്തിട്ടുണ്ടാകാം, ആ ഹറാമ് തന്നെയാണ്. പിന്നീട് അയാള് ഹലാല് ചെയ്യുന്നുണ്ടെങ്കിൽ, അനുവദനീയമായ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത ഹറാമ് കാരണമായിട്ട് ഇത് അനുവദനീയമല്ലാത്തൊരു കാര്യമായി മാറുകയില്ല. ഇതൊരു മാർഗദർശകമായ നിർദ്ദേശമാണ്. വിവാഹത്തിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരാളല്ല വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു എന്നറിയുന്ന ആണായാലും പെണ്ണായാലും അത്തരം ആളുകളെ വിവാഹാലോചനക്ക് നിങ്ങൾ പരിഗണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഏറ്റവും ചുരുങ്ങിയത് അതില് പശ്ചാത്താപം ഒന്നും കാണിച്ച് ജീവിതം വീണ്ടും ശരിയായ രീതിയിലാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ മാറ്റം. ആളുകളില് ഒരു അബദ്ധസഞ്ചാരത്തിന്റെ സ്വഭാവം നിലനിൽക്കുന്ന ഒരവസ്ഥയിലുള്ള പെരുമാറ്റവും രീതിയും അതിനോട് വലിയ വിരക്തിയും വെറുപ്പും ഉണ്ടായി മാറിയ അവസ്ഥയിൽ അയാള് പിന്തുടരുന്ന ജീവിത രീതിയും തമ്മിൽ പ്രകടമായി തന്നെ വ്യത്യാസം ഉണ്ടാവും. അപ്പോ അങ്ങനെ പരിവർത്തനത്തിന് സ്വയം വിധേയനായിട്ടില്ലാത്ത ഒരാളുടെ കാര്യത്തില് വിവാഹാലോചന ഒരു നിലക്കും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യം. പിന്നെ ബഹുദൈവ വിശ്വാസിയെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെ വിവാഹം ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിനകത്തെ വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ട ഒരാണായാലും പെണ്ണായാലും അയാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നല്ല ഇവിടെ പറയുന്നത്. അവരതേ അർഹിക്കുന്നുള്ളൂ എന്ന നിലക്കുള്ള ഒരു കാര്യമാണിത്. ഒരാൾ തനിക്ക് പറ്റിയ
വീഴ്ചകളിൽ പശ്ചാത്തപിച്ച് മടങ്ങിയ നല്ല മുസ്ലിമായി നല്ല മോമിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വഴി തേടി പോവുക, ഞാനൊരു മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. അയാള് തൗബ ചെയ്ത് മടങ്ങി തസ്കിയത്ത് നേടി എന്നിട്ട് ജീവിതം ഏറ്റവും നല്ല രീതിയിലാക്കി മാറ്റിയതിനു ശേഷം ഒരു മുഅ്മിനത്തായ സ്ത്രീയെ തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കേണ്ടതും അതിന് അവസരം കണ്ടെത്തേണ്ടതും ഒക്കെ തന്നെ. ഒരു ഹദീസ്, ഒന്ന് രണ്ട് സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, ഉമ്മു മഹ്സൂൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, മദീനയില് ഒരു വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്ന ഒരാള് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീയെ വിവാഹം ചെയ്യാനുള്ള അനുവാദം തേടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കേൾപ്പിച്ചുകൊണ്ട് അയാളെ ആ വിവാഹത്തിൽ നിന്ന് വിലക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ സ്ത്രീ ആ അബദ്ധസഞ്ചാരത്തിന്റെ ജീവിത രീതിയിൽ നിന്ന് വിരമിക്കുകയോ തസ്കിയത്ത് നേടി ജീവിതം ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ളതാക്കി മാറ്റുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഘട്ടത്തില് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധം പ്രോത്സാഹിപ്പിക്കാതിരുന്നതും ഈ ആയത്ത് കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുള്ളത്. വേറൊരു ഹദീസില് മർസദ് ബിനു അബി മർസദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന് ജാഹിലിയ കാലത്ത് മദീനയിലെ ഒരു ദുർനടപ്പുകാരിയായിരുന്ന സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. പിന്നീട് വിവാഹം കഴിക്കാൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ അനുവാദം തേടുകയുണ്ടായി. 2 തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കുകയുണ്ടായത്. 3-ാമത്തെ തവണ അദ്ദേഹം ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട്, ഈ 3-ാമത്തെ സൂറത്ത് നൂറിലെ 3-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിലക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു ഹദീസ് ഇത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ദുർവൃത്തയാണ് തന്റെ ഭാര്യ എന്ന് ഒരാൾക്ക് അറിയാൻ പറ്റുകയാണ്. സത്യവിശ്വാസിയായ ഒരാൾക്ക് തന്റെ ഭാര്യ അബദ്ധസഞ്ചാരം നടത്തുന്ന ആളാണ് എന്ന് അറിയാൻ പറ്റിയിട്ടും അവളുടെ ഭർത്താവായി കഴിയുകയാണെങ്കിൽ, ആ ബന്ധം നിലനിർത്തി പോകുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതല്ല എന്ന് തന്നെ പറയുന്ന ഒരു കാര്യം ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ സത്യവിശ്വാസികൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാര്യമല്ല അത്. അത്തരം ബന്ധങ്ങൾ നിലനിർത്തി പോവുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമായ കാര്യമല്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ജീവിതത്തിന്റെ ധാർമ്മികമായ സദാചാരപരമായ അടിത്തറ ക്രമപ്പെടുത്തുകയും ഒരു കുടുംബത്തിന് ഏറ്റവും അനിവാര്യമായ ധാർമ്മിക മൂല്യങ്ങൾ കരുപ്പിടിപ്പിക്കുകയും ചെയ്യുക എന്നൊരു കാര്യം അത്തരം ബന്ധം നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധിക്കില്ല. അത്തരം അസാൻമാർഗികതകള് അടുത്ത തലമുറകളിലേക്ക് കൂടി അത് നീണ്ടുപോകാൻ, മക്കൾക്കും തുടർന്നുള്ള ബന്ധപ്പെട്ട ആളുകളിലേക്കും ഒക്കെ അത്തരം ദുർവൃത്തികളും ദുസ്വഭാവങ്ങളും പടർന്നു പിടിക്കാനും അത് അങ്ങനെ ഒരു സാംസ്കാരികമായ അന്തരീക്ഷം കുടുംബത്തിനകത്ത് നിലനിന്നു പോകാനും ഒക്കെ അത് കാരണമാകും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ അവിവാഹിതരായ ആണും പെണ്ണും വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്, അവര് കൺഫ്യസ് ചെയ്യുകയോ അല്ലെങ്കിൽ സാക്ഷ്യം കൊണ്ട് അവരുടെ തെറ്റ് സ്ഥാപിതമാവുകയോ ചെയ്താൽ അവരുടെ മേലെ ഹദ് നടപ്പിലാക്കുക, ഇസ്ലാമിന്റെ അത് സംബന്ധമായിട്ടുള്ള ശിക്ഷാവിധി 100 അടി നടപ്പിലാക്കുക എന്ന കാര്യം ചെയ്തതിന് ശേഷം അവരെ പരസ്പരം വിവാഹം ചെയ്യിപ്പിക്കുക എന്ന ഒരു കാര്യം ഖുലഫാഉർ റാഷിദുകൾ പല ഘട്ടങ്ങളിൽ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ ഒരു സൂചന ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ 2 സാധ്യതയുണ്ട്. അവര് വ്യഭിചാര വൃത്തിയുടെ ആളുകളാണെങ്കിൽ ആ മനോഘടനയിൽ തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ചേർച്ചയുള്ള ബന്ധം അത് തന്നെയാണ് എന്നതാണ്. മറ്റൊരു സാധ്യത, അവര് പശ്ചാത്തപിച്ച് മടങ്ങുന്നുവെങ്കിൽ ഇരുവർക്കും പശ്ചാത്തപിച്ച് ജീവിത വിശുദ്ധി തിരിച്ചു പിടിക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം അത് മുഖേന ഉണ്ടാവും എന്നതുകൂടിയാണ് അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് ഖുലഫാഇകൾക്ക് പ്രേരണയായിട്ടുണ്ടാവുക. ഒരിക്കലൊരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് വ്യക്തതയോടുകൂടിയല്ലാതെ വളരെ അവ്യക്തമായിട്ട് വായ ശരിക്ക് തുറക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അത് വെളിപ്പെടുത്തി പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല, അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തെ സ്വകാര്യമായി അടുത്ത് വിളിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചറിയാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തുകയാണ്. അപ്പോ അയാൾ വെളിപ്പെടുത്തിയ കാര്യം ഇതാണ്: അദ്ദേഹത്തിന്റെ വീട്ടില് അതിഥിയായിട്ട് ഒരാൾ വന്നപ്പോ അയാള് തന്റെ മകളുമായി വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട് കളഞ്ഞു, വീഴ്ച നടത്തി. അപ്പോ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നതാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തില് അയാളോട് പറഞ്ഞത്, നിനക്കിത് മൂടിയിട്ട് കളഞ്ഞൂടായിരുന്നു, ഇത് മറച്ചു പിടിച്ചുകൂടായിരുന്നു, നിന്റെ മകളുടെ കാര്യത്തിൽ ഉണ്ടായ ഈ സംഭവം നീ എന്തിനാണ് വെളിപ്പെടുത്തിയത് എന്നാണ്. അപ്പോ രണ്ടുപേരുടെയും കാര്യത്തില് അവർക്ക് ശിക്ഷ നടപ്പിലാക്കുകയും തുടർന്ന് അവരെ വിവാഹം ചെയ്യിക്കുകയും ചെയ്തു എന്നാണ് ആ സംഭവം വിവരിക്കുന്ന സ്രോതസ് കൂടുതലായിട്ട് വ്യക്തമാക്കുന്നത്. അവരിരുവരെയും കുറച്ചു കാലത്തേക്ക്, ഏകദേശം 1 വർഷത്തേക്ക് നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു എന്നുകൂടി ആ സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 3-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ടായിരുന്നത്. 3-4 ചോദ്യങ്ങൾ ഇവിടെ കൈപ്പറ്റിയിട്ടുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒന്ന്, ആ ചോദ്യം ഇംഗ്ലീഷിലാണ്: വാട്ട് ഈസ് ദ പണിഷ്മെന്റ് ഫോർ ഹോമോസെക്ഷൽ ആക്ടിവിറ്റി ഇൻ ഇസ്ലാമിക് ശരിയ? സ്വർഗരതി ചെയ്യുന്നവർക്ക് ഇസ്ലാമിലുള്ള ശിക്ഷ എന്താണ് എന്നതാണ് ചോദ്യം. Many Muslims take it lightly while considering adultery as a big sin. വ്യഭിചാരവൃത്തി അല്ലെങ്കിൽ പരസ്ത്രീ ഗമനം ഒരു വലിയ കുറ്റമായി കാണുമ്പോൾ തന്നെ പല മുസ്ലിങ്ങളും ഇതിനെ വളരെ ലളിതമായി നിസ്സാരമായിട്ടാണ് കാണുന്നത്. അത് just like taking alcohol as sin versus drugs is not. ആൽക്കഹോള്, മദ്യം കഴിക്കുന്നത് വലിയ പാപമായിട്ട് കാണുന്നവര് തന്നെ ഡ്രഗ് ഉപയോഗിക്കുന്നത് വളരെ അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ള നിലക്ക് കാണുന്ന പോലെയുള്ള ഒരു പ്രശ്നം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.
ഹാസിം ആണ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം നേരത്തെയും ചോദ്യങ്ങൾ ഉന്നയിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോ ഈ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണ് എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തില് ഖുർആൻ ചില സംഭവങ്ങൾ നേരത്തെ വിവരിച്ചത് നമ്മൾ കാണുകയുണ്ടായതാണ്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമൂഹത്തെ അള്ളാഹു ഈ ഒരു അധാർമികത ഏറ്റുവാങ്ങി നെഞ്ചേറ്റ് നടന്നതിന്റെ പേരിൽ ആ സമൂഹത്തെ നശിപ്പിച്ച ഒരു സംഭവം ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അത് കേവലം അബദ്ധസഞ്ചാരം മാത്രമല്ല, ഒരു വ്യവസ്ഥയെ തകർക്കൽ കൂടിയാണ്. മനുഷ്യ പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുന്ന, സാമൂഹ്യ ഘടനയെ തകർത്തു കളയുന്ന ഒരു പ്രവണതയാണ് ഈ സ്വവർഗ രതി എന്ന കാര്യം. വ്യഭിചാരത്തിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി വിരുദ്ധമായ ലൈംഗികത അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്പോ നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഹോമോസെക്ഷൽ മാരേജസ് ഒക്കെ പോലെയുള്ള നിർലജ്ജതയുടെ പ്രത്യക്ഷ രൂപങ്ങളുടെ കാര്യത്തിലും അത് വ്യാപകമായ ഒരു സമൂഹത്തിനെ പിടികൂടുന്ന, മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തകിടം മറിക്കുകയോ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രവണതയായി മാറുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ അപകടകരമായ ഒരു കാര്യമായിട്ട്, ദൈവിക ശിക്ഷ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അങ്ങനെയല്ലാത്ത ചില പ്രവണതകൾ, പ്രത്യേകിച്ച് അവിവാഹിതർക്കിടയിൽ വളർന്നു വരുന്ന പ്രായത്തിലൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനോ ഒന്നും അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെയുള്ള കാലത്ത് ഇത്തരം വഴിവിട്ട രീതികളിലേക്ക് പോകുന്ന ഒരു പ്രവണത പലയിടത്തും മുസ്ലിം സമൂഹത്തില് വിശേഷിച്ച് കാണപ്പെടുന്നുണ്ട്. അതിന് സ്ത്രീ പുരുഷ ബന്ധം ഒരു ഓപ്ഷൻ എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രകൃതി വിരുദ്ധമായ ഒരു വഴി തേടുന്ന ഒരു സ്വഭാവത്തിലല്ല അത് എന്നതും ശ്രദ്ധേയാണ്. സ്ത്രീ പുരുഷ ബന്ധം വഴിവിട്ട രീതിയിൽ ഉണ്ടാവുക എന്നത് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽ വരുന്നതും അതുപോലെ വലിയ ഭവിഷ്യത്തുക്കൾ പ്രകടമായിട്ടുണ്ടാകുന്നതുമായ ഒരു സംഗതി ആയതുകൊണ്ട് അത്തരം സംഗതികളിലേക്ക് പോകുന്നത് അത്ര ഈ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാവില്ല. പക്ഷെ സ്വവർഗരതി സ്വകാര്യമായും അല്ലാതെയോ ഒക്കെ നടപ്പിലാക്കുന്നത് അത്രത്തോളം പ്രയാസകരമല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥയിലും അത് വ്യവസ്ഥയെയോ മനുഷ്യപ്രകൃതിയെയോ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തിന്മ എന്നുള്ള നിലക്കല്ല. ഇത് രണ്ട് നിലക്കാണെങ്കിലും ഇത് ഇസ്ലാം ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അതിൽ സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷെ ഇതിനുള്ള പണിഷ്മെന്റ് എന്താണ് എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ സുന്നത്തിലും അത്ര കൃത്യമായിട്ട് അത് ഇന്നതാണ് അതിന്റെ ശിക്ഷ എന്നത് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ പറയുന്ന ഒരു സമൂഹം അങ്ങനെ നിർലജ്ജതയുടെ അങ്ങനെയുള്ള ജീവിത രീതികളിലേക്ക് പോയപ്പോൾ ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ സമൂഹത്തെ തുടച്ചു നീക്കി കളഞ്ഞത് പരാമർശിക്കുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടിരുന്ന സദൂം ഗൊമോറ ഗോത്രങ്ങളെ, ആ പ്രദേശങ്ങളെ കടലിനടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിരുന്ന വിധത്തില് ആകാശത്ത് നിന്ന് സൾഫർ മഴ പെയ്യുകയും ആ ഭൂപ്രദേശത്ത് വലിയ രാസപരിവർത്തനം ഉണ്ടാകാനൊക്കെ കാരണമാവുകയും ചാവുകടലിന്റെ ജലസാന്ദ്രതയിൽ തന്നെ മാറ്റുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക്
ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ദൈവിക കോപം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്ന ഈ ആ പ്രായത്തിലുള്ള ആളുകൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രവണത എന്നതിനപ്പുറത്തേക്ക് നിർലജ്ജമായ ഒരു സാമൂഹ്യ തിന്മയായിട്ട് ഒരു ഏറ്റവും മ്ലേച്ഛമായ ഒരു ജീവിത രീതിയായിട്ടൊക്കെയാണ് അത് അവിടെ വളർന്നിട്ടുണ്ടായിരുന്നത്. അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ദൈവിക ശിക്ഷയും അതുപോലെ കഠിനമായ ദൈവിക നടപടിയും ഒക്കെ ഖുർആൻ പരാമർശിക്കുന്നത്. എന്നാൽ ഇത് മ്ലേച്ഛവൃത്തിയാണ്, വ്യഭിചാരം പോലെ തന്നെയുള്ള തെറ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഖുർആൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത, ശിക്ഷ സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ഫുഖഹാക്കള്, പണ്ഡിതന്മാര് ആദ്യ തലമുറയിലും പിന്നീട് വന്നവരും ഒക്കെ വലിയ കടുത്ത ശിക്ഷ തന്നെയാണ് ഇതിന് നിർദ്ദേശിക്കുന്നത്. വലിയ ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തട്ടിയിടുക, അതുപോലെ തകർന്നു വീഴാൻ ആയിരിക്കുന്ന കെട്ടിടത്തിനകത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ആ കെട്ടിടം അയാളുടെ മേല് വീഴ്ത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു ശിക്ഷ നിർദ്ദേശിക്കുന്ന കാണാൻ കഴിയും. അതുപോലെ ഇതില് സാധാരണ പറയാറുള്ള ഫിഖ്ഹിന്റെ ഭാഷയിൽ ഫാഇലും മഫ്ഊലും ബിഹിയും ഒരുപോലെ ശിക്ഷാർഹരാണ് എന്നതാണ്. ഇത്തരം മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുന്നത്, അത് ആക്റ്റീവ് റോളിലുള്ള ആളായാലും പാസീവ് റോളിലുള്ള ആളായാലും രണ്ടുപേരും ഒരേപോലെ ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന കാര്യമാണ് അത്തരം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നിരീക്ഷണത്തിൽ നിന്ന്, ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലെ ഹദ് നടപ്പിലാക്കുന്നതിന് പകരം തഅ്സീർ നടപ്പിലാക്കുക എന്നതാണ് പ്രായോഗികമായിട്ടുള്ള ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കേസസ് ഒക്കെ ചില ഒരു ചിലർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതും അവരെ അത്തരം പ്രവണതകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന അവസ്ഥയിലുള്ളവരുണ്ടാകും. ചിലരെ ഒന്ന് വാൺ ചെയ്തു വിടുന്ന രീതിയെ വേണ്ടതുണ്ടാവുള്ളൂ. വേറെ ചിലർക്ക് പരസ്യമായ ശിക്ഷ നൽകുക തന്നെ വേണ്ടിവരും. ഇനിയും ചിലർക്ക് വധശിക്ഷ പോലെയുള്ള കഠിനമായ ശിക്ഷ നൽകുകയൊക്കെ വേണ്ടിവരും. അത് എത്രത്തോളമാണ് അവരത് സമൂഹത്തെ ദുഷിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരം മ്ലേച്ഛവൃത്തികൾ വ്യാപിപ്പിക്കുന്നതും എന്നതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിക കോടതിക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ് എന്നതാണ് ഇത് സംബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. കൃത്യമായിട്ട് 100 അടി എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശിക്ഷ എന്നോ ഒന്നുമല്ല, മറിച്ച് ചിലര് വളരെ അപകടകാരികളായിരിക്കും. അത് വിവാഹിതനായിരിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ലൈംഗിക പൂരണത്തിന് ഹലാലായ വഴികളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇത്തരം വൃത്തികേടുകളിലേക്ക് പോവുകയും സമൂഹത്തെ ദുഷിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് വളരെ നിർലജ്ജമായിട്ട് അത്തരം സംഗതികളിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളുടെ കാര്യത്തില് അതിനുള്ള സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അത്തരം ശിക്ഷകളൊക്കെ നടപ്പിലാക്കേണ്ടി വരും. അത് ഇസ്ലാമിക കോടതിക്ക് അക്കാര്യത്തില് തീരുമാനമെടുക്കാവുന്നതാണ്. അതിന്റെ ആളുകളുടെ പ്രായം, അവരുടെ ജീവിത രീതി, സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകള്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാവുന്നതാണ് എന്നാണ് അത് സംബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. മറ്റൊന്ന്, ഭാര്യയെ ഒരു വിഷയം, വേറൊരു ചോദ്യം, വീട്ടിൽ ജോലിക്ക് വിളിച്ച ഒരാള് ആ തൊഴിലുടമയുടെ ഭാര്യയെ വ്യഭിചരിച്ച ഒരു സംഭവം നേരത്തെ പരാമർശിച്ചിരുന്നു. അത് ആ ജോലിക്കാരനുമായി ബന്ധപ്പെട്ട ആള്, അയാളുടെ വാപ്പ ആ സ്ത്രീയുടെ ഭർത്താവിന് 100 ആടുകളെയും ഒരു അടിമ സ്ത്രീയെയും നൽകിയിട്ട് അയാളെ തൃപ്തിപ്പെടുത്തിയിട്ട് ആ പ്രശ്നം ഒതുക്കിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ കാര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം അറിയാനിടയായപ്പോ
ശിക്ഷ നടപ്പിലാക്കിയ കാര്യം, ആടിനെയും അടിമ സ്ത്രീയെ കണ്ട് തിരിച്ചു കൊടുത്തിട്ട് ശിക്ഷ നടപ്പിലാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടത് എന്നത് നമ്മളിവിടെ സൂചിപ്പിച്ച കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഈ ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിലേക്ക് എത്തുന്നത്? കുറ്റസമ്മതത്തിലൂടെയാണോ അതല്ല സാക്ഷ്യമുണ്ടായത് കൊണ്ടാണോ എന്നതാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആടുകളെയും അതുപോലെ ഈ അടിമ സ്ത്രീയെയും നൽകിയിട്ടുണ്ടായത് ഇസ്ലാമിന്റെ വിധി ഇക്കാര്യത്തിൽ എന്താണ് എന്നത് വ്യക്തമായിട്ട് അറിയാത്ത ഒരവസ്ഥയിൽ അത് അവര് പരസ്പരമുള്ള ഒരു അവകാശ ലംഘനമോ അല്ലെ പരസ്പരമുള്ള ഒരു എന്താ പറയാ പ്രയാസപ്പെടുത്തലോ ഒക്കെ ആയി കണ്ടുകൊണ്ട് ഒരു പരിഹാരം അവര് സ്വയം കണ്ടെത്തിയതാണ്. എന്നാൽ ഇസ്ലാമിന്റെ വിധി അക്കാര്യത്തില് കൃത്യമായിട്ട് ഉള്ള സ്ഥിതിക്ക് ആ കാര്യം അറിയാൻ സാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു വരുത്തുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതിന് ശേഷം അവരുടെ കൺഫെഷന്, കുറ്റസമ്മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ വിധി നടപ്പിലാക്കുകയുണ്ടായത് എന്നാണ് ആ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സാക്ഷ്യം ഉണ്ടായത് കൊണ്ടല്ല, അത് കുറ്റസമ്മതം തന്നെ. ആ സ്ത്രീയും ആ വിഷയത്തിൽ അവരെ വിളിച്ചു വരുത്തി അന്വേഷിക്കുകയും എന്നിട്ട് അവരുടെ കൺഫെഷന്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടി ഉണ്ടായത് എന്നാണ് ആ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രതികരണം ഹമീദ് പട്ടാമ്പിയൻ ഇങ്ങനാരോണ് വല്ലാത്തൊരു പ്രാകൃത മതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള്, അതിന്റെ കർക്കശമായ നിയമങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രാകൃത മതം തന്നെയാണ്. പ്രാകൃത മതം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള മതം എന്നതാണ്. ഏറ്റവും പൗരാണികമായ മതവും ഏറ്റവും ആധുനികമായ മതവും ഇസ്ലാം തന്നെയാണ്. അതിനിടക്കുള്ള വ്യതിചലനങ്ങളാണ് ബാക്കി മതങ്ങളൊക്കെ എന്നതാണ് വസ്തുത. ചരിത്രം സൂക്ഷ്മമായി പഠിച്ചാൽ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. ഏറ്റവും ആദ്യത്തെ മതവും ഏറ്റവും നൂതനമായ മതവും ഇസ്ലാം തന്നെയാണ്. ഇനി അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷയും അതുപോലെ കർക്കശമായ രീതിയിൽ നടപ്പിലാക്കുന്ന രീതിയൊക്കെ ആണ് എങ്കിൽ ഇക്കാര്യത്തില് അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ ഡൈല്യൂഷൻ വരുത്താൻ ഞാൻ ആളല്ല. അത് നിങ്ങൾക്കും അതിന് അധികാരമില്ല. നിങ്ങൾക്ക് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ പ്രവാചകൻ ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഈ കാര്യങ്ങളെ അംഗീകരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കടുപ്പമൊക്കെ ഉള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കർക്കശമാണ് ചില കാര്യങ്ങൾ എന്നത്, അത് സമൂഹത്തിന്റെ പൊതു നന്മയും ഭദ്രതയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് താൻ. ഇങ്ങനെ അല്ലാതെ ഏത് വിധത്തിൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തില് നീതി നിലനിർത്താനും നന്മ വളരാനുള്ള സാഹചര്യം ഒരുക്കാനും സാധിക്കും എന്നത് പോസിറ്റീവായിട്ട് മറ്റൊരു ഒരു ഒരു സമീപനം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ സഹാനുഭൂതിയും അതുപോലെ കൃപാവായ്പയും ഒക്കെ ഉള്ളത് ഞാനീ പറയുന്ന കാര്യമാണ് എന്നത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കണം. അത് ദൈവികത എന്ന ഒരു സാധ്യതയും അതിന് നിലനിൽക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം നിയമങ്ങൾ ആപ്ലിക്കബിൾ ആവുക. അല്ലെങ്കിൽ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ഉൾക്കൊള്ളാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇക്കാര്യത്തിൽ വിശേഷിച്ച് നിങ്ങൾ കൺസേൺഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പാരത്രിക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്കുള്ള നിയമങ്ങളാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിലെ ഈ ശിക്ഷാവിധികള് പലരും തെറ്റിദ്ധരിച്ച വിധത്തില് ഈ 100 അടിയും അതുപോലെ എറിഞ്ഞു കൊല്ലലൊക്കെ ഉള്ളൂ എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതൊക്കെ ദുനിയാവില് നൽകപ്പെടുന്ന ശിക്ഷകൾ മാത്രമാണ്. കൃത്യങ്ങൾക്ക് അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിച്ച് നമുക്ക് മഗ്ഫിറത്ത് നൽകുന്നില്ലെങ്കിൽ
നമ്മളോട് കരുണ കാണിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ അതികഠിനമായ ശിക്ഷ ഈ വക പാപങ്ങൾക്ക് പാരത്രിക ലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ദുനിയാവിലേക്ക് മാത്രം ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് നടപ്പിലാക്കുന്ന ശിക്ഷ മാത്രമാണ്. യഥാർത്ഥ ശിക്ഷ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നതാണ് വസ്തുത. വളരെ കർക്കശമാണ്, അതുപോലെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രാകൃതവുമാണ്, ഏറ്റവും പഴക്കമുള്ളത്. കാരണം ഒരു പ്രവാചകനും വ്യത്യസ്തമായ ഒരു ദീനുമായിട്ടല്ല വന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാം തന്റെ തലമുറയിലെ ആളുകളെ പഠിപ്പിച്ച അതേ ദീന് തന്നെയാണ് അവസാനത്തെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രാകൃതം എന്ന ആ വിശേഷണം മോശമായ ഒരു സംഗതിയായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടതില്ല. പ്രാകൃതം എന്ന പോലെ തന്നെ അത് ഏറ്റവും നൂതനവുമാണ് എന്നുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം ഹിദായത്തുള്ള ഉന്നയിച്ചൊരു കാര്യമാണ്. വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലാൻ ശിക്ഷിക്കുന്നത് അവർക്ക് ലൈംഗിക സംതൃപ്തിക്ക് അവസരമുണ്ടായിരുന്നു എന്ന കാരണം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോ വിവാഹമോചിതർക്ക് അതുപോലെ മറ്റ് വിധത്തില് അസംതൃപ്തരായ ആളുകൾക്കൊക്കെ അവിവാഹിതരുടെ ഇളവ് ലഭിക്കുമോ എന്നതാണ്. ഹിദായത്തുള്ളയും നമ്മൾ ഓരോരുത്തരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യഭിചാര വൃത്തി ഏറ്റവും മ്ലേച്ഛമായ ഒരു കൃത്യമാണ്. അതിനുള്ള ശിക്ഷ ദുനിയാവില് നടപ്പിലാക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അതികഠിനമായ ശിക്ഷ പാരത്രിക ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന മഹാപാപങ്ങളിൽ പെട്ടതാണ് വ്യഭിചാര വൃത്തി. അതുകൊണ്ട് അത്തരം പാപങ്ങള് അതിനെ ലൈറ്റായിട്ട് കാണാൻ ആരും പ്രേരിതരാവുകയല്ല വേണ്ടത്. അതേസമയത്ത് ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം, അത് എന്തായാലും ഇത്തരം പാപകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകള് മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പശ്ചാത്താപം നടത്തുകയും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് തേടുകയും ചെയ്യുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്ത് വളരെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിവാഹിതരായ ആളുകൾക്ക് അവരുടെ ലൈംഗിക തൃപ്തിക്ക് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങളുടെ പൂരണത്തിന് സംവിധാനം ഉണ്ടായിരിക്കെ തന്നെ ഈ തെറ്റുകളിലേക്ക് പോകുന്നത് കാരണമായിട്ടാണ് ഈ എറിഞ്ഞു കൊല്ലുന്നത് പോലെയുള്ള കഠിനമായ ശിക്ഷ ഇസ്ലാം നൽകുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൃത്യമായിട്ട് അങ്ങനെയാണ് എന്ന് ഖുർആനോ സുന്നത്തോ പറയുന്നൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങനെ അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ സമാനമായ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഭാര്യയുമായിട്ട് അകന്നു കഴിയേണ്ടി വരുന്നവര്, അല്ലെങ്കിൽ വിവാഹമോചിതരായ ആളുകള്, ഇവർക്കൊക്കെ ഈ ഇളവ് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അവര് വിവാഹിതരല്ലാത്ത പോലെ തന്നെയാണല്ലോ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രവാസത്തിലുള്ള ആളുകള് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും. ഒരാളുടെയും കാര്യത്തിൽ വ്യഭിചാര വൃത്തി ചെയ്യാൻ ഒരു പ്രേരണയാകുന്ന കാര്യമല്ല ഈ 100 അടിയാണ് അവിവാഹിതർക്ക് നൽകപ്പെടുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൽ ഇതിനുള്ള ശിക്ഷ ദുനിയാവിലെ ശിക്ഷയിൽ പരിമിതപ്പെടുന്ന കാര്യമല്ല എന്നത് നമുക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ശിക്ഷ നടപ്പിലാക്കുന്നത് 2 രീതിയിൽ മാത്രമാണ്. ഒന്ന്, അതിന് കൺഫെഷൻ ഉണ്ടാവണം. കുറ്റസമ്മതം നടത്തിക്കൊണ്ട് കോടതിയെ സമീപിക്കുന്നവരാകണമല്ലോ. രണ്ടാമത്തത്, സാക്ഷികൾ ഉണ്ടാവണം. അപ്പോ ഇളവ് തേടുന്ന മനസ്സുള്ള ആളുകള് യഥാർത്ഥത്തിൽ കുറ്റസമ്മതം നടത്തേണ്ടതില്ല. അവര് പശ്ചാത്താപം നടത്തിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് മുതിരേണ്ടത്. അവര് തെറ്റ് തിരുത്തി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ സാക്ഷികൾ ഉണ്ടാവുക എന്ന കാര്യവും വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കുക എന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ട് ഈ 2 സംഗതികൾ, ഒന്ന്
കൺഫെഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ സാക്ഷികൾ ഉണ്ടാവണം. അപ്പൊ സാക്ഷികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ റിമോട്ടായ ഒരു സാധ്യതയാണ്. റേപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കഠിനമായ ശിക്ഷ നിർദ്ദയം നടപ്പിലാക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ സംഭവങ്ങൾ നമുക്ക് സമീപകാലത്ത് തന്നെ അങ്ങനെ ശിക്ഷ നടപ്പിലാക്കിയത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും നമുക്കറിയാനും കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളതാണ്. അതേസമയത്ത് സിനയാണെങ്കിൽ കേവല വ്യഭിചാരം എന്ന, അല്ലെങ്കിൽ ഈ വിവാഹിതരുടെ വ്യഭിചാരവൃത്തി ഒക്കെയാണെങ്കിൽ അത് ഈ വിധത്തിൽ മാത്രമാണ് നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതില് അവർക്ക് 100 അടി നൽകിയാൽ പോരെ എന്ന ഒരു സംഗതി വരുന്നത് കോടതിക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. അത് സാഹചര്യവും ആ പ്രശ്നവും പരിഗണിച്ചുകൊണ്ട് കോടതിയാണ്, ഇസ്ലാമിക ന്യായാധിപനാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ദീർഘമായ ഒരു കാലം അയാൾ നേരത്തെ വിവാഹിതനായിരുന്നു എന്ന അവസ്ഥയിൽ ഉള്ള ഒരാള് വർഷങ്ങളോളം വിഭാര്യനായി കഴിയേണ്ടി വരികയോ വിവാഹമോചിതനായിട്ടുള്ള അവസ്ഥയിലോ ഒക്കെയാണുള്ളതെങ്കിൽ അത്തരം ആളുകളുടെ മേൽ കോടതി കണിശമായിട്ട് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മറിച്ചാണ് സാധ്യതയുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ഇതിന്റെ വേറൊരു ചോദ്യം ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇസ്ലാമിക സമൂഹത്തില് ഇത്തരം തിന്മ ഇല്ലാതാകുന്നതിന് എന്ത് സംവിധാനമാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത് എന്നൊരു ചോദ്യം വായിച്ചൊരു ഓർമ്മയുണ്ട് എനിക്ക്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് കാണുന്നില്ല. അപ്പോ യഥാർത്ഥത്തില് അള്ളാഹുവിൽ തഖ്വയുള്ള, ഭയഭക്തിയുള്ള ആളുകളാക്കി സമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരലിന് അവസരം ഇല്ലാതാക്കുന്നു. അതുപോലെ സ്ത്രീകള് മെഹ്റമായ ആളുകളോടൊപ്പം യാത്ര ചെയ്യുകയും അതുപോലെ പൊതു ഇടങ്ങളിൽ വരികയും ചെയ്യുന്ന രീതി ഒക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. അതുപോലെ വസ്ത്രധാരണത്തിൽ കണിശമായ മര്യാദകൾ പാലിക്കാൻ ആവശ്യപ്പെടുന്നു. ഖുർആൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും അവരുടെ കണ്ണുകൾ താഴ്ത്താൻ, പരസ്പരം കണ്ണുകൾ ഇടയുകയും അവരിൽ പരസ്പരം ലൈംഗിക പ്രേരണ ഉടലെടുക്കുകയും ചെയ്യാൻ അവസരം ഉണ്ടാകുന്ന വിധത്തില് പരസ്പരം നോക്കിയിരിക്കുന്നത് വിലക്കുകയൊക്കെ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ സാംസ്കാരികമായി അതുപോലെ സദാചാരപരമായി ഏറ്റവും ഉത്കൃഷ്ടതയുള്ള ഒരു സമൂഹമായി മാറാൻ വേണ്ട പോസിറ്റീവ് സ്റ്റെപ്സ് ധാരാളം സ്വീകരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. എന്നിട്ട് അവരെ പോസിറ്റീവായിട്ട് അവരെ സംസ്കരിച്ചു കൊണ്ടുവന്നതിന് ശേഷവും അവശേഷിക്കുന്ന ചില പുഴുക്കുത്തുകളുടെ കാര്യത്തിലാണ് ശിക്ഷയുടെ കാര്യം ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ നിയുക്തനായി 10-20ഓളം വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഈ വ്യഭിചാരവൃത്തിക്കുള്ള ശിക്ഷ സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് പോലും. അപ്പോ ഒരു 20 വർഷമൊക്കെ എടുത്തുകൊണ്ടാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെയാണ് വ്യഭിചാരവൃത്തിക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ മക്കയിലും മദീനയിലും കൊല്ലപ്പെടുന്നവര്, എറിഞ്ഞു കൊല്ലപ്പെടുന്നവര് ഒരുപാടുണ്ടാകുമായിരുന്നു. അങ്ങനെയല്ല ഇസ്ലാം അത് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടേതുപോലെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അത് നടപ്പിലാക്കുക എന്നതുപോലും അചിന്ത്യയാണ് നിലവിൽ. കാരണം അതിനു പറ്റിയൊരു സാമൂഹ്യ അന്തരീക്ഷമല്ല നമ്മളുടെ ചുറ്റുപാടുമുള്ളത്. അതുപോലെ ലൈംഗികതയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ശിക്ഷ മാത്രം നടപ്പിലാക്കുക എന്നതൊന്നും പ്രായോഗികമായ ഒരു കാര്യമല്ല. അപ്പോ സാംസ്കാരികമായി സദാചാരപരമായി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ തസ്കിയത്തും തർബിയത്തും തഖ്വയും ഒക്കെ ആർജിച്ചവരാക്കി മാറ്റിയതിന് ശേഷം ആണ് ശിക്ഷാവിധികളുടെ കാര്യം ഇസ്ലാം നടപ്പിലാക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഖിറത്തിലുള്ള വിശ്വാസം വളരെ ആഴത്തിൽ തന്നെ ഊട്ടിയുറപ്പിക്കുക എന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം ശിക്ഷ ദുനിയാവിൽ നൽകപ്പെടുന്നത് ആഖിറത്തിലെ ശിക്ഷയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ 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 നിസ്സാരമായ ഒരു കാര്യമാണ് എന്നത് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്കൊക്കെ ബോധ്യമുള്ള ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വക രീതികൾ സ്വീകരിച്ചുകൊണ്ടാണ് തിന്മ വിഭാടനം ചെയ്യുന്ന
ഒരു നടപടിയിലേക്ക് ഇസ്ലാം പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.